ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുളി നിർമ്മല കഴിഞ്ഞിട്ടുണ്ട്, അടുക്കളയിൽ കയറുക. അപ്പോൾ കറിക്കുള്ള സംഭവങ്ങളൊക്കെ അവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നന്നാക്കി എടുക്കാണ്ട്, കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ കഴുകിയിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ട് മുടിയൊക്കെ ഒന്ന് റെഡിയാണോ നോക്കിയതാട്ടോ. അപ്പോൾ ഈ അപ്പതാന്ന് ഒഴിവാക്കി കൂടെ പറഞ്ഞു കേട്ടോ. വീഡിയോയിൽ ഇത് വരികയാണ് സംഭവം, ഞാൻ ഒഴിവാക്കാൻ നോക്കട്ടോ. പക്ഷെ ഇത് അങ്ങനെ വരികയാണ്, വീഡിയോയിൽ പറഞ്ഞ് വരുമ്പോൾ അപ്പതാ വരികയാണ്. ഷോർട്ട് വീഡിയോ ഇട്ടോ. പിന്നോട് അങ്ങനെ ഒരു കമൻറ്റിൽ അങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ടതാ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ വരികയാണ്. പിന്നെ ഞാനത് ക്യാമറ ഒക്കെ ഓൺ ആക്കിയപ്പോൾ ഇങ്ങനെ മുടി അലങ്കോലമായി കിടക്കുമ്പോൾ ഇങ്ങനെ കമൻറ്റ് വരലുണ്ട്, മുടിയൊക്കെ ഒന്ന് ശരിയാക്കി കൂടെ. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് മുടി കെട്ടി വെക്കണം പതിവൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ബണ്ണിടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ചെയ്യുക. മുടി വാർന്ന് വെക്കുന്നില്ല. കറിയൊക്കെ നന്നാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അലങ്കോലമായി കിടക്കാനുണ്ട്, അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ ചായക്കടിക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാറുണ്ട്. എല്ലാതും ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങണം. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തുടങ്ങിയെടുക്കണം. അപ്പോൾ കറി അടുപ്പത്തായാൽ പിന്നെ അതങ്ങോട്ട് നോക്കണ്ടല്ലോ, കറി ആയി കിട്ടിയാൽ ഭയങ്കര സുഖമാണ് കേട്ടോ. പിന്നെ ഉള്ളതൊക്കെ പതുക്കെ എടുത്താലും മതി. അപ്പോൾ വാതിൽ ക്ലോസ് ചെയ്യണത് ലൈറ്റിൻ്റെ കുറവാണ് കേട്ടോ. അത് ഒരു ബ്രൈറ്റ്നസ് കിട്ടില്ല ഫോണിന്, അതുകൊണ്ടാണ് വാതിൽ അടച്ചു വെച്ചത്. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവില്ല എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചായക്കടിക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിക്കുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കില്ല പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകിയെടുക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ. പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ വീതനെ തുടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ കാണണം, ഇപ്പോഴും ഇങ്ങനെ കാണണം കേട്ടോ. എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ പിന്നെ ഒന്ന് അടിച്ചുവരി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ചുവരി ലെവലാക്കുകയാണ്. അപ്പോൾ കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് സ്ലോ മോഷനിൽ അങ്ങനെ പതുക്കെ ആക്കി വെച്ചത് കേട്ടോ. പിന്നെ കറിയൊക്കെ ആയിട്ടുണ്ട്. കറിയൊക്കെ വറവിടാനൊക്കെ ഉണ്ടോ, തൂമിക്കുക എന്നൊക്കെ പറയും. ഇവിടെ മലപ്പുറത്തൊക്കെ പറയും കേട്ടോ തൂമിക്കുക എന്ന്. പക്ഷേ ഇപ്പോൾ വറവിടുക എന്നൊക്കെയാണ് പറയുക. ചിലരുടെ നാട്ടിൽ വേറെ ശൈലിയൊക്കെയാവും. പിന്നെ കുറച്ച് വറകൊക്കെ ഉണ്ടായിരുന്നു ചെറുതാക്കി എടുക്കാൻ. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ടോ. അപ്പോൾ ഏകദേശം വറകൊക്കെ ചെറുതാക്കി ഞാനൊക്കെ അത് മേലെ എല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാനുണ്ടോ. ഞാൻ വറകട്ടിൻ്റെ മേലെ എന്ന് പറയാൻ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് ഗ്യാസൊക്കെ ഓണാക്കി അതിലൊക്കെ ക്ലോസ് ചെയ്ത്. എൻ്റെ ഫോണിൽ അല്ലെങ്കിൽ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ, അതാ ലൈറ്റ് ഇട്ടത്, അല്ലെങ്കിൽ ക്ലിയറേ ഉണ്ടാവില്ല ഫോണിന്. പിന്നെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ അടിച്ചുവരി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. മുൻഭാഗവും റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചുവരി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും ഒന്ന് അടിച്ചുവരി എടുക്കുകയാണ്. ഇന്ന് രാവിലെ തുടക്കില്ല കേട്ടോ, വൈകുന്നേരത്തൊക്കെ എന്നും തുടക്കും, പക്ഷേ വൈകുന്നേരത്തെ തുടക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേസ്റ്റ് ഈ കവറിൽ കണ്ടോ, ഈ വെള്ള കവറിൽ, അപ്പോൾ അത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ കവറിലാക്കിയിട്ട് അങ്ങനെ കുറച്ച് കവറിലാക്കി കെട്ടി വെച്ചിട്ട് വേറെ ഒരു വലിയ കവറുണ്ട്, അപ്പോൾ അതിൽ കൊണ്ടുപോയി ഇടണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേർതിരിച്ച് വെക്കുകയാണ് ഞാൻ. പൊടികൾ കൊണ്ടുവന്ന കവറും അങ്ങനെ ഓയിൽ, വെളിച്ചെണ്ണ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കവറുകൾ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ അത് വലിയൊരു കവർക്കാക്കിയിട്ട് മാറ്റി വെക്കും, അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ കണ്ടോ, കവറത്തെ എല്ലാ സംഭവങ്ങളും വേസ്റ്റൊക്കെ മാറ്റിയിട്ട് കവർ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ, വേറെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വറകട്ടിൻ്റെ മേലെ മഴ പെയ്തതിന് ശേഷം വെള്ളം നിൽക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി, പിന്നെ അതിൻ്റെ മേലെല്ലാം ഇലകളൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ വീഡിയോ ചെറിയൊരു കുഞ്ഞ് വ്ളോഗാണെന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മുകളിലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാനായി, ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. അപ്പോൾ ഞാനവിടെ അടിച്ചുവരി ലെവലാക്കിയതോടുകൂടി ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളും അവിടെ അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.